മലയാള സിനിമയിലെ ക്രൈസ്തവ പ്രമേയങ്ങൾ വിശാലമായ പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. മലയാള സിനിമയുടെ ചരിത്രഗതി ആരംഭിക്കുന്ന വിഗതകുമാരൻ എന്ന നിശബ്ദ ചലച്ചിത്രം അത് പുറത്തിറങ്ങിയ 1928 മുതൽ ഇന്നുവരെയുള്ള മലയാള ചലച്ചിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ അവയിലെല്ലാം ആഴത്തിൽ വേരോടി നിൽക്കുന്ന പ്രമേയങ്ങളുടെ പൊതു സ്വഭാവം ക്രിസ്തീയമാണ് എന്ന് പറയാൻ കഴിയും. ആദ്യകാല ചലച്ചിത്രങ്ങളിൽ സ്പഷ്ടമല്ലെങ്കിലും ചലച്ചിത്രങ്ങളുടെ ഗുണനിലവാരവും പ്രേക്ഷകരുടെ എണ്ണവും വർദ്ധിച്ചതിന് ശേഷം മലയാള ചലച്ചിത്രങ്ങളിൽ സാവധാനം ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ പ്രമേയങ്ങളും ഇടം പിടിക്കുന്നത് നാം കാണുന്നുണ്ട്. യഥാർത്ഥ ജീവിത പശ്ചാത്തലങ്ങൾ പകർത്തിയും ഭാവാത്മകമായും ക്രിസ്തീയ ജീവിതത്തെയും ക്രൈസ്തവ പ്രമേയങ്ങളെയും കൈകാര്യം ചെയ്തിരുന്ന മലയാള സിനിമ പക്ഷേ അടുത്ത നാളുകളിൽ അതിൻ്റെ തികച്ചും നിഷേധാത്മകമായ മാനങ്ങളിലേക്കാണ് ശ്രദ്ധയൂന്നുന്നത് എന്നത് ദൗർഭാഗ്യകരമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ട്രാൻസ് എന്ന ചലച്ചിത്രം അതീവ ഗുരുതരമായി ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് കാണാനിടയായത്. ട്രാൻസ് എന്ന ചിത്രം ഉയർത്തുന്ന ചോദ്യങ്ങളും മലയാള സിനിമയിലെ ക്രൈസ്തവ പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ അൻവർ റഷീദ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ട്രാൻസ് എന്ന ഈ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിൻസെൻ്റ് വടക്കനാണ്. ഫഹദ് ഫാസിലാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ട്രാൻസ് എന്ന പദം വിവക്ഷിക്കുന്നത് അർദ്ധബോധാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന മാനസിക ശാരീരിക അവസ്ഥയെയാണ്. ഹിപ്നോട്ടിസത്തിലൂടെയോ മരുന്നിലൂടെയോ ആണ് വൈദ്യശാസ്ത്രപരമായി ഇത്തരമൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത്. മതവും ദൈവവിശ്വാസവും ഒരു വ്യക്തിയെ ഇപ്രകാരം ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം അവതരിപ്പിച്ചുകൊണ്ട് വ്യാജവും ഉപരിപ്ലവവുമായ ദൈവവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ അനുകരണങ്ങളിലെ അനുഷ്ഠാനപരതയെയും സാമ്പത്തിക ലാക്കിനെയും വിമർശിക്കുകയാണ് ചിത്രം ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ് ചലച്ചിത്രത്തിൻ്റെ ഉള്ളടക്കവും അവതരണ ശൈലിയും എന്ന് തോന്നാമെങ്കിലും കത്തോലിക്കാ സഭ തന്നെ എക്കാലവും വിമർശന ബുദ്ധിയാ നോക്കിക്കണ്ടിട്ടുള്ളതും തിരുത്തലുകൾ നൽകിയിട്ടുള്ളതുമായ പ്രോസ്പെരിറ്റി ഗോസ്പൽ അഥവാ സമൃദ്ധിയുടെ സുവിശേഷമാണ് സിനിമയിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നത്. മാനസിക രോഗിയായ വിജു പ്രസാദിനെ അത്ഭുത പ്രവർത്തകനായ പാസ്റ്റർ ജോൺ കാൾട്ടനാക്കി മാറ്റുന്ന കോർപ്പറേറ്റ് വ്യവസായ സംരംഭകത്വം, മതത്തെയും ദൈവത്തെയും വിൽപ്പന ചരക്കാക്കുന്ന വർത്തമാനകാല പ്രവണതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. എങ്കിലും വിശകലന ശേഷിയില്ലാത്തവർ ഈ ചിത്രം കാണുന്നത് ക്രൈസ്തവ ആത്മീയതയെ സംബന്ധിക്കുന്ന പല തെറ്റിദ്ധാരണകളും രൂപപ്പെടുന്നതിന് ഇടയാക്കും എന്നതിനാൽ കുട്ടികളോടൊപ്പം ഈ ചിത്രം ആസ്വദിക്കാമെന്ന് കരുതുന്നത് അപകടകരമാണ്. കേരള കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തെയാണ് സിനിമ ഉന്നം വയ്ക്കുന്നത് എന്ന് വ്യാപകമായ അടക്കം പറച്ചിലുകളുണ്ട്. കരിസ്മാറ്റിക് മുന്നേറ്റം കേരള സഭയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആത്മീയമായ വളർച്ചയും സ്ഥിരതയും ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. കത്തോലിക്കാ സഭകളിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈശോ തന്നെയും പ്രസംഗിച്ച മനുഷ്യരുടെ മാനസാന്തരമാണ്. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും ഈശോയുടെ തന്നെ പ്രവർത്തന ശൈലിയായിരുന്നു. അതാണ് ഇന്നും ക്രിസ്തു ശിഷ്യരിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതത്തിന് ക്രമവും ചിട്ടയും സൗന്ദര്യവും കൈവരാൻ സഹായിക്കുന്ന മാനസാന്തരത്തിലേക്കും അതുവഴി രക്ഷയുടെ അനുഭവത്തിലേക്കും മനുഷ്യരെ നയിക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ നടക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം എന്താണെന്നും വചനത്തിലും തിരുസഭയുടെ പ്രബോധനങ്ങളിലും അധിഷ്ഠിതമായി കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നതെന്താണ് എന്നും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ
വ്യാഖ്യാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് അവ. തിരുസഭയുടെ കൂദാശകളായ വിശുദ്ധ കുർബാനയും അനുരഞ്ജന ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും വചനപ്രഘോഷണവുമാണ് കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ മുഴുവൻ ഉള്ളടക്കം. ഇത്തരം ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്യന്തികമായി സംഭവിക്കുന്നത് മാനസാന്തരമാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള അവബോധവും തിരുത്തലുകൾ വരുത്തേണ്ട മേഖലകളെക്കുറിച്ചുള്ള തിരിച്ചറിവും അവർക്കുണ്ടാകുന്നു. പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സാഹചര്യങ്ങളെ തിരിച്ചറിയാനും മാറ്റങ്ങൾ വരുത്താനും അവർക്ക് സാധിക്കുന്നു. ആഴത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നവർക്ക് രോഗസൗഖ്യങ്ങളും അവർ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ അത്ഭുതകരമായ മാറ്റങ്ങളും അനുഭവപ്പെടുന്നു. ദൈവവിശ്വാസവും പ്രാർത്ഥനയും വഴി ജീവിത നവീകരണം സാധ്യമാക്കിയ ഇറച്ചി ആൽബിൻ എന്ന വ്യക്തിയുടെ ജീവിതം ഉത്തമ ഉദാഹരണമാണ്. ശത്രുക്കളെ കൊന്ന് അവരുടെ രക്തം ചാരായത്തിൽ കലക്കി കുടിച്ചിരുന്ന ഇറച്ചി ആൽബിൻ ഇന്ന് നൂറുകണക്കിന് അനാഥരെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ലക്ഷ്യം ഇപ്രകാരമുള്ള മാനസാന്തരമാണ് എന്നിരിക്കെ ട്രാൻസ് എന്ന സിനിമയുടെ പ്രമേയം ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാനാവില്ല. കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ശൈലികൾ അതേപടി പകർത്തിയിരിക്കുന്ന ക്രൈസ്തവ സെക്റ്റുകളുടെ കാപട്യത്തെയാണ് ട്രാൻസ് അനാവരണം ചെയ്യുന്നത്. കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഭാഗമായ കൂദാശകളിൽ അധിഷ്ഠിതമായ ശുശ്രൂഷകളല്ല ട്രാൻസിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അതേസമയം ആത്മാർത്ഥമായും സത്യസന്ധമായും സുവിശേഷ വേല ചെയ്യുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ ഈ ഗണത്തിൽ പെടുത്തേണ്ടതുമില്ല. മനുഷ്യൻ്റെ ആത്മീയ അന്വേഷണങ്ങളുടെയും ക്രൈസ്തവ വിശ്വാസത്തിലെ ആത്മീയ ശുശ്രൂഷകളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യ മനസ്സിൻ്റെ മാനസാന്തരമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് രോഗസൗഖ്യവും സാമ്പത്തിക വളർച്ചയുമൊക്കെ മാനസാന്തരത്തിൻ്റെ അനേകം അനുബന്ധ ഫലങ്ങളിൽ ചിലത് മാത്രമാണ്. അവ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. വിശ്വാസത്തിൻ്റെ ഇത്തരം ഫലങ്ങളെ അമിതമായി യുക്തിവൽക്കരിക്കുന്നതും അമിതമായി ആത്മീയവൽക്കരിക്കുന്നതും ഒരുപോലെ അപകടകരമാണ്. മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവം ഒരാത്മീയ യാഥാർത്ഥ്യമാണ്, ഒപ്പം ഒരു ബൗദ്ധിക സത്യവുമാണ്. ബൗദ്ധിക സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുക്തിയധിഷ്ഠിതമായ ധാരണകൾ ഈ വിഷയത്തിൽ സാധ്യമാണ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ്റെ പ്രാർത്ഥനകളെല്ലാം അതേപടി കേൾക്കുകയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയും ചെയ്യുന്ന ദൈവം അത് സാമാന്യ യുക്തിക്കോ സഭാപ്രബോധനങ്ങൾക്കോ നിരക്കുന്നതല്ല താൻ. യുക്തിയുടെയും ആത്മീയതയുടെയും അങ്ങേ അറ്റങ്ങളിലേക്ക് പോകുന്ന രണ്ട് കാഴ്ചപ്പാടുകളും തിരുത്തപ്പെടേണ്ടതുമാണ്. ഇത്തരം വിഷയങ്ങളിൽ കത്തോലിക്കാ സഭ കാലാകാലങ്ങളിൽ പ്രബോധനങ്ങളും തിരുത്തലുകളും നൽകാറുമുണ്ട്. രോഗശാന്തിയും സാമ്പത്തിക വളർച്ചയും ആത്മീയ ശുശ്രൂഷകളുടെ ആത്യന്തിക ലക്ഷ്യമായി അവതരിപ്പിക്കുകയും മനുഷ്യൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ദുർബല വശങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സെക്റ്റുകൾ ഇന്ന് ലോകമെമ്പാടും ധാരാളമുണ്ട്. കത്തോലിക്കാ സഭ ഇത്തരം മുന്നേറ്റങ്ങളെക്കുറിച്ച് സാരമല്ലാത്ത വിധം മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. ഇവരുടെ പ്രചരണ വേലകളെയാണ് ആധുനിക സമൂഹവും സഭാ സംവിധാനങ്ങളും പ്രോസ്പെരിറ്റി ഗോസ്പൽ അഥവാ സമൃദ്ധിയുടെ സുവിശേഷമെന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രചരിപ്പിക്കുന്നവർ അത്ഭുതകരമായ രോഗശാന്തിയും സാമ്പത്തികമായ വളർച്ചയും മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രാർത്ഥനകൾക്ക് മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടെന്നും വ്യക്തികൾക്ക് സവിശേഷ സിദ്ധികളുണ്ടെന്നും സ്ഥാപിച്ചെടുത്തുകൊണ്ടും ബൈബിൾ വചനങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി വ്യാഖ്യാനിച്ചുകൊണ്ടും നടത്തുന്ന വലിയ പ്രോഗ്രാമുകൾ പലപ്പോഴും അവ നടത്തുന്നവരുടെ സാമ്പത്തിക വളർച്ച മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ട്രാൻസ് വിമർശന വിധേയമാക്കുന്നത് ഈ പ്രവണതയെയാണ്. ആത്മീയ രംഗത്തെ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും അതേസമയം തന്നെ ആത്മീയ രംഗത്തെ ശുശ്രൂഷകളിൽ വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാനും ഒരേ സമയം ഈ സിനിമ വിശ്വാസികളെയും
ആത്മീയ ശുശ്രൂഷകരെയും നിർബന്ധിക്കുന്നുമുണ്ട്. അത്ഭുതങ്ങളെ ആത്മീയ തട്ടിപ്പായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. ആത്മീയ തട്ടിപ്പിന് വേണ്ടി അത്ഭുതങ്ങളെ ദുരുപയോഗിക്കുന്നവരുമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ ഇത്തരം വിമർശകരെ കുറ്റം പറയാനാവില്ല. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, യുക്തിവാദ സംഘങ്ങൾ തുടങ്ങി തീവ്ര ഇസ്ലാമിക സംഘടനകൾ വരെ ക്രൈസ്തവ ആത്മീയതയുടെ ഭാഗമായ അത്ഭുതങ്ങളെ വിമർശിക്കുന്നത് നിത്യസംഭവമാണ്. അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള കത്തോലിക്ക പ്രബോധനമനുസരിച്ച് അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും അടയാളമാണ്. അതായത് അത്ഭുതങ്ങൾ ആത്മീയതയുടെ ആത്യന്തിക ലക്ഷ്യമല്ല, മറിച്ച് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ ബാഹ്യമായ അടയാളങ്ങളാണ് എന്ന് ചുരുക്കം. അത്ഭുതങ്ങൾ നടന്നില്ല എന്നതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകൾ വിജയിച്ചില്ല എന്നോ, അവ നടന്നു എന്നതുകൊണ്ട് അത്തരം ശുശ്രൂഷകൾ മാത്രമാണ് ശരി എന്നോ സഭ പഠിപ്പിക്കുന്നില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങൾ ഒരിക്കലും ആത്മീയ ശുശ്രൂഷകളുടെ ഗുണനിലവാരം നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല എന്ന് വിശ്വാസികളും പൊതുസമൂഹവും തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ അത്ഭുതങ്ങളുടെ സാധ്യതകളെ സഭ തള്ളിക്കളയുന്നുമില്ല. അവ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ദൈവത്തിൻ്റെ ഇടപെടലുകളെ പരിമിതപ്പെടുത്താനോ തള്ളിക്കളയാനോ മനുഷ്യബുദ്ധിക്കോ മാനുഷികമായ ഇടപെടലുകൾക്കോ സാധിക്കുകയില്ലല്ലോ. അത്ഭുതങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. സത്യദൈവത്തെ തിരിച്ചറിയാനും ഏകദൈവത്തെ മനസ്സിലാക്കാനും ആ ദൈവത്തെ സമീപിക്കാനും അത്ഭുതങ്ങൾ സഹായകങ്ങളുമാണ്. തങ്ങളുടെ മതങ്ങളിൽ അവ സംഭവിക്കുന്നില്ല, ക്രൈസ്തവ ആരാധനകളിൽ മാത്രം അവ സംഭവിക്കുന്നു എന്നതുകൊണ്ട് അവയൊക്കെ തട്ടിപ്പാണ് എന്നല്ല പറയേണ്ടത്. മറിച്ച് ഏകസത്യദൈവത്തെ അവതരിപ്പിക്കുന്ന യഥാർത്ഥ ആത്മീയതയെ അംഗീകരിക്കുന്നു എന്നാണ്. എന്നാൽ അതേസമയം തന്നെ അത്ഭുതങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളെയും മുന്നേറ്റങ്ങളെയും വിശ്വാസികളും പൊതുസമൂഹവും കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ് എന്ന സിനിമയുടെ പ്രമേയം ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ്. അത്ഭുതങ്ങളെ വ്യവസായവൽക്കരിക്കുകയും പരസ്യ ബോർഡുകളിലൂടെ പ്രചരിപ്പിക്കുകയും ധനാർജനത്തിനുള്ള മാർഗമാക്കുകയും ചെയ്യുന്ന നവയുഗ അത്ഭുത പ്രവർത്തകരെ കരുതലോടെ വിശകലന വിധേയമാക്കേണ്ടത് അനിവാര്യതയാണ്. അവരുടെ ശുശ്രൂഷകളിൽ സഭാപ്രബോധനങ്ങളും സുവിശേഷവും ക്രൈസ്തവ ധാർമ്മികതയുമാണോ പ്രഘോഷിക്കപ്പെടുന്നത് എന്ന് സശ്രദ്ധം പഠിക്കണം. കൂദാശകളിലും സഭാപ്രബോധനങ്ങളിലും അധിഷ്ഠിതമായ ശുശ്രൂഷകൾ മാറ്റിവെച്ച് സ്വയം സിദ്ധനായി അവതരിപ്പിക്കുകയും അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ആത്മീയതയെ മാജിക്കാക്കി മാറ്റുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക തന്നെ വേണം. ആത്മീയ ശുശ്രൂഷാ രംഗത്തെ രോഗസൗഖ്യങ്ങളെ പരിഹാസത്തോടെ കാണുന്നവർ ധാരാളമുണ്ട്. ശുശ്രൂഷകളുടെ സമയത്ത് രോഗസൗഖ്യം ലഭിച്ചവരുടെ സാക്ഷ്യമൊക്കെ കേട്ടതിന് ശേഷം ഇതൊക്കെ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലുകൾ എന്ന് ചോദിക്കുന്നവരുണ്ട്. എയ്ഡ്സ് ബാധിച്ചവരെയും കുഷ്ഠരോഗികളെയും അംഗവൈകല്യമുള്ളവരെയും ഒക്കെ സുഖപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നവരുമുണ്ട്. ഇവിടെയൊക്കെ പ്രശ്നം, ഈ വിമർശകരാരും തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് പരിശോധിക്കാറില്ല എന്നതാണ്. ഏതൊരു രോഗത്തിൻ്റെയും സൗഖ്യത്തിനുള്ള പ്രഥമ മാർഗം എന്നത് ആ രോഗത്തിനുള്ള ചികിത്സ തന്നെയാണ്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സിക്കുന്ന ഡോക്ടറിലൂടെയും കഴിക്കുന്ന മരുന്നിലൂടെയുമെല്ലാം ഇടപെടുന്നത് ദൈവം തന്നെയാണ് എന്ന് വിശ്വസിക്കാം. ക്രൈസ്തവ വിശ്വാസം ശാസ്ത്രത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. രോഗം വന്നാൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷകനും കത്തോലിക്ക സഭയിൽ ഉണ്ടാവുകയില്ല. അതേസമയം ചികിത്സയോടൊപ്പം പ്രാർത്ഥനയും ഇരട്ടി ഫലം ചെയ്യും. പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ വന്നെത്തുന്ന രോഗികൾ ഡോക്ടർമാർ കൈയൊഴിഞ്ഞവരോ പലവിധ ചികിത്സകളും നടത്തി ഫലം കിട്ടാത്തവരോ ഒക്കെ ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ നാം ആരും ദൈവമല്ലല്ലോ. അതേസമയം
ഏതൊരസുഖവും ദൈവം സുഖപ്പെടുത്തും, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ചികിത്സയൊന്നും വേണ്ട എന്ന് കരുതുന്നത് ആഴമായ വിശ്വാസമൊന്നുമല്ല, മറിച്ച് അന്ധവിശ്വാസമാണ്. മനുഷ്യരിലൂടെയും മാനുഷിക സംവിധാനങ്ങളിലൂടെയും ഒക്കെ പ്രവർത്തിക്കുന്ന, കഴിക്കുന്ന മരുന്നിലൂടെ ഇടപെടുന്ന ദൈവത്തെ കൂടി മനസ്സിലാക്കാൻ തക്കവിധം ബോധം വികസിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വളർച്ച ഒരു വ്യക്തിയിൽ സംഭവിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സിദ്ധിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം എത്ര വേണമെങ്കിലും ലഭ്യമാക്കാനും സാധിക്കും. കാര്യം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും മിക്കവാറും സിനിമകളിലും ക്രൈസ്തവ ആത്മീയ പരിസരങ്ങൾ മാത്രമാണ് വിമർശിക്കപ്പെടുന്നത് എന്നത് പലരിലും സംശയം ജനിപ്പിക്കുന്നതിനെ കുറ്റപ്പെടുത്താനും നമുക്ക് കഴിയില്ല. വിശ്വാസം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും അക്രമത്തെയും അപരഹിംസയെയും ന്യായീകരിക്കുന്ന വിശ്വാസ സംഹിതകളുടെ ജീർണതകൾ ഇനിയും എത്രയോ പരിഹരിക്കപ്പെടാനിരിക്കുന്നു. പക്ഷേ നിരന്തര നവീകരണത്തിന് വിധേയമാകുന്ന ക്രൈസ്തവ വിശ്വാസം മാത്രമാണ് കലാസൃഷ്ടികളിൽ പ്രമേയമാകുന്നത്. ക്രൈസ്തവ വിശ്വാസവും അനുബന്ധ വിഷയങ്ങളും വരുമ്പോൾ ആവിഷ്കാരത്തിനും അഭിപ്രായത്തിനുമുള്ള സ്വാതന്ത്ര്യം, മറ്റേതാകുമ്പോഴോ ജീവഭയം. പേരുകളിലും ഉള്ളടക്കത്തിലും ക്രൈസ്തവ പശ്ചാത്തലം അടങ്ങിയിരിക്കുന്ന നിരവധി മലയാള ചലച്ചിത്രങ്ങൾ കഴിഞ്ഞ ഒരു ദശകത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള ചലച്ചിത്രങ്ങൾ ക്രിസ്തീയമായി കൊണ്ടിരിക്കുന്നു എന്നൊരാക്ഷേപം തന്നെ ഉയർന്നു കേൾക്കാറുണ്ട്. ക്രൈസ്തവ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സമാന ചിന്തകളുടെ ഫലമായി ക്രൈസ്തവ പ്രമേയങ്ങളെ അധികരിച്ചുള്ള ചിത്രങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചകളും ആശയ രൂപീകരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും ക്രൈസ്തവ ചർച്ചാവേദികളിലും ഇന്ന് നടന്നു വരുന്നുണ്ട്. ഭാവാത്മകമായും നിഷേധാത്മകമായും ഈ വിഷയങ്ങൾ വിലയിരുത്തപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്യാറുമുണ്ട്. ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ റോമൻസ് എന്ന ചിത്രം ഇത്തരുണത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു ചലച്ചിത്രമാണ്. രണ്ട് കള്ളന്മാരുടെ വൈദിക വേഷത്തിലുള്ള രംഗപ്രവേശത്തോടെ പൂമല എന്ന സ്ഥലത്തെ ഇടവക ദേവാലയം ദീർഘകാലത്തിന് ശേഷം ജീവൻ വയ്ക്കുന്നതും ആ ദേവാലയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ ചുരുളഴിയുന്നതുമാണ് ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പൂർണ്ണമായും ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമായിട്ടാണ് കഥ അവതരിപ്പിക്കപ്പെടുന്നത്. എങ്കിലും വൈദികരുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ ദേവാലയത്തോടും വിശ്വാസ വിഷയങ്ങളോടും ബന്ധപ്പെട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെയധികം അപലപനീയമാണ്. വിശ്വാസികൾ പൂജ്യമായി കരുതുന്നതും ആദരവോടെ കൈകാര്യം ചെയ്യുന്നതുമായ വിശുദ്ധ കുർബാന, അനുരഞ്ജന ശുശ്രൂഷ എന്നീ കുദാശകളുടെ തികച്ചും അധപ്പതിച്ച രീതിയിലുള്ള അവതരണം ചലച്ചിത്രത്തിൻ്റെ സ്വീകാര്യത തന്നെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കി. തരം താണ ഹാസ്യത്തിനു വേണ്ടി വൈദിക വേഷം ധരിച്ച കഥാപാത്രങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ അവഹേളിക്കുന്ന വിധത്തിൽ കാട്ടിക്കൂട്ടിയവ ചലച്ചിത്രത്തിൻ്റെ നിലവാരത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചിത്രത്തിന് വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ കിട്ടാതാവുകയും ചെയ്തു. എന്നിരുന്നാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തികച്ചും അപഹാസ്യമായ വിധത്തിൽ പൗരോഹിത്യത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആചാരങ്ങളെയും അവതരിപ്പിച്ച മറ്റൊരു ചിത്രമുണ്ടായിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. റോമൻസ് എന്ന ചിത്രത്തിൻ്റെ വരവോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രസ്തുത ചലച്ചിത്രത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ട വിഷയങ്ങൾ അതേ ശൈലിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന സങ്കടകരമായ കാഴ്ചയ്ക്കും ക്രൈസ്തവ ലോകം സാക്ഷ്യം വഹിച്ചു. വൈശാഖൻ സംവിധാനം ചെയ്ത് 2013 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് വിശുദ്ധൻ. ഒരു കത്തോലിക്ക പുരോഹിതൻ്റെയും കന്യാസ്ത്രീയുടെയും കഥ പറയുന്ന പ്രസ്തുത ചിത്രം കേരളത്തിലെ യാഥാസ്ഥിതികരായ വിശ്വാസികളുടെ ഇടയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായി തീർന്നു. പ്രത്യേക സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പൗരോഹിത്യം ഉപേക്ഷിച്ച വൈദികനും സന്യാസ ജീവിതം വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നതും അവരുടെ തുടർ ജീവിതവുമെല്ലാം വിശുദ്ധനിൽ ചിത്രീകരിക്കപ്പെട്ടു.
വൈദിക സന്യാസ ജീവിതാന്തസ്സിൽ കഴിഞ്ഞവരുടെ കിടപ്പറ ദൃശ്യങ്ങൾ രണ്ടാം പകുതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് അസ്വസ്ഥതയോടെയാണ് ക്രൈസ്തവ ലോകം വീക്ഷിച്ചത്. ദുരന്ത പര്യവസായിയായ ആ ചിത്രത്തിൽ പൗരോഹിത്യം ഉപേക്ഷിച്ച കഥാനായകന്റെ കൊലപാതകവും വൈകാരിക വിക്ഷോഭവും മറക്കാനാവാത്ത ദൃശ്യങ്ങളാണ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രൈസ്തവർക്കും പ്രസ്തുത ചലച്ചിത്രത്തിലെ രംഗങ്ങളോ ആശയ അവതരണമോ അംഗീകരിക്കാനായില്ല. എങ്കിലും കേരള ക്രൈസ്തവ ലോകം അംഗീകരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയായിരുന്നു ആ ചലച്ചിത്രം. പൗരോഹിത്യവും സന്യാസവും ആവശ്യപ്പെടുന്ന ബ്രഹ്മചര്യ ജീവിതത്തിൽ നിന്ന് തിരുസഭയ്ക്ക് ഔദ്യോഗികമായി ഒഴിവ് നൽകാനാകുമെന്നും അപ്രകാരം ഒഴിവ് നേടുന്നവർക്ക് സ്വാഭാവികമായ കുടുംബജീവിതം അനുവദനീയമാണെന്നും അംഗീകരിക്കാൻ മടി കാണിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു വയ്ക്കുകയാണ് ആ ചലച്ചിത്രം ചെയ്തത്. പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടുന്നത് ആ വിധത്തിലാണോ എന്നും ചലച്ചിത്രത്തിൻ്റെ ആകമാന പ്രമേയം ക്രൈസ്തവ ധാർമ്മികതയിൽ അടിസ്ഥാനമിട്ടതാണോ എന്നുമൊക്കെയുള്ള അന്വേഷണത്തിന് നിഷേധാത്മകമായ ഉത്തരമായിരിക്കും ലഭിക്കുക. പക്ഷേ പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അന്തസ്സിനെ നശിപ്പിക്കുകയല്ല, മറിച്ച് ആ ജീവിതാന്തസ്സുകളുടെ അംഗീകരിക്കപ്പെട്ട ഒരു മറുപുറത്തെ യാഥാർത്ഥ്യബോധത്തോടെ ആവിഷ്കരിക്കുകയാണ് പ്രസ്തുത ചിത്രം ചെയ്തിരിക്കുന്നത്. രജീഷ് മിഥില സംവിധാനം ചെയ്ത് 2019 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് വാരിക്കുഴിയിലെ കൊലപാതകം. വിൻസെന്റ് കൊമ്പൻ എന്ന കത്തോലിക്ക പുരോഹിതന്റെ കഥയാണ് ഇതിവൃത്തം. കണിശ പ്രകൃതക്കാരനും അതേസമയം ഹൃദയാലുവുമായ ഒരു പുരോഹിതനെയാണ് ചലച്ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പോലീസാകാൻ ആഗ്രഹിച്ചിരുന്ന് പിന്നീട് വൈദികനായ കഥാനായകൻ കുംഭസാരത്തിലൂടെ താൻ അറിയാനിടയാകുന്ന ഒരു കൊലപാതക രഹസ്യത്തെ നിയമദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നതാണ് കഥ. മിശ്രവികാരങ്ങളോടെ സ്വീകരിക്കപ്പെട്ട പ്രസ്തുത ചലച്ചിത്രം യുവജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ ഒരു വൈദികനാണ് വിൻസെന്റ് കൊമ്പൻ എന്ന പ്രതീതി ജനിപ്പിച്ചു. വൈദിക വേഷവും പശ്ചാത്തലവുമെല്ലാം അംഗീകരിക്കപ്പെട്ടു എങ്കിലും കുംഭസാര രഹസ്യത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടാണ് ചലച്ചിത്രത്തിലെ കഥ പുരോഗമിച്ചത്. കുംഭസാരം എന്ന കുദാശയിൽ അറിയുന്ന ഒരു കാര്യവും ഒരു വിധത്തിലും വെളിപ്പെടുത്താനോ ഉപയോഗിക്കാനോ വൈദികർക്ക് അനുവാദമില്ല. അതീവ ഗൗരവതരമായ മഹറോൻ ശിക്ഷയുടെ കീഴിലാണ് ഈ നിയമത്തിൻ്റെ ലംഘനം കൈകാര്യം ചെയ്യപ്പെടുന്നത്. കുംഭസാര രഹസ്യം നേരിട്ട് വെളിപ്പെടുത്തുന്നത് മാത്രമാണ് നിയമലംഘനം എന്ന രീതിയിലാണ് ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ചലച്ചിത്രത്തിൻ്റെ പ്രധാന ഭാഗം രൂപപ്പെടുന്നത് തന്നെ ഈ കുംഭസാര രഹസ്യത്തെ ചുറ്റിപ്പറ്റിയാണ് എന്നതിനാൽ തന്നെ അത്ര ഗൗരവത്തോടെയല്ലാതെ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആശങ്കാജനകമാണ്. വൈദിക വേഷത്തിൻ്റെ പക്വതയോടെയുള്ള ആവിഷ്കാരം കൊണ്ട് അംഗീകരിക്കപ്പെട്ടു എങ്കിലും ആചാരപരമായ ഒരു പ്രമേയത്തെ അതർഹിക്കുന്ന ഗൗരവത്തോടെ അവതരിപ്പിക്കുന്നതിൽ ചലച്ചിത്രം പരാജയപ്പെടുകയും ചെയ്തു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം നിർവഹിച്ച് 2019 മാർച്ചിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ലൂസിഫർ. രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു ആക്ഷൻ ത്രില്ലറായിട്ടാണ് തിയേറ്ററുകളിലെത്തിയത്. എങ്കിലും പേരുകൊണ്ടും പേര് നൽകുന്ന സൂചനകൾ കൊണ്ടുമെല്ലാം ക്രൈസ്തവ പരിസരങ്ങളിൽ ലൂസിഫർ വലിയ ചർച്ചയ്ക്ക് കാരണമായി. ലൂസിഫറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം നടന്ന ചർച്ചകൾ ലൂസിഫറിൻ്റെ ഡയറക്ടറും മലയാള സിനിമാ നടനുമായ പൃഥ്വിരാജിലേക്കും അദ്ദേഹത്തിൻ്റെ മറ്റു ചിത്രങ്ങളിലേക്കുമെല്ലാം വ്യാപിക്കുകയും ചെയ്തു. എസ്ര, ആദം ജോൺ, സെവൻത് ഡേ എന്നിങ്ങനെയുള്ള പല ചിത്രങ്ങളിലും മറഞ്ഞിരിക്കുന്നത് പൈശാചികമായ ആലോചനകളുടെ ശേഷിപ്പുകളാണ് എന്നും അവയുടെ പിന്നിൽ ഗൂഢാലോചനാ പ്രേരിതമായ മുന്നേറ്റങ്ങൾ സംഘടിതമായി നടത്തപ്പെടുന്നുവെല്ലാം ആരോപണമുയർന്നു. ക്രൈസ്തവ ലോകം ഭയപ്പാടോടെ നോക്കിക്കണ്ടിരുന്ന സാത്താൻ ആരാധന, ബ്ലാക്ക് മാസ് എന്നിങ്ങനെയുള്ള ഇരുണ്ട ലോകത്തിൻ്റെതായ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെയാണ് ഈ സിനിമകൾ പ്രമേയമാക്കിയത്. വലിയൊരളവിൽ അത് സമൂഹത്തിൽ ചർച്ചാവിഷയമാവുകയും കേരള സമൂഹത്തിന് അപരിചിതമായിരുന്ന പല വിഷയങ്ങളിലേക്കും ചൂണ്ടുപലകകളാവുകയും ചെയ്തു. മേൽപ്പറഞ്ഞ ചലച്ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലയാള സിനിമകളിൽ മിക്കവാറും എല്ലാത്തിലും തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിയും.
അടുത്ത നാളുകളിൽ പുറത്തിറങ്ങിയ ജല്ലിക്കെട്ട്, രമണ്ടൻ പ്രേമകഥ, ഇട്ടിമാണി, മെയ്ക്ക് ഇൻ ചൈന, ബ്രദേഴ്സ് ഡേ, അഞ്ചാം പാതിര എന്നിങ്ങനെ പല ചലച്ചിത്രങ്ങളിലും ക്രൈസ്തവ പശ്ചാത്തലങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. പള്ളിയും വൈദികനും പള്ളിയിലെ ആഘോഷങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടവയാണ് ഇവയിൽ പലതും. ഇത്തരം ചലച്ചിത്രങ്ങളിലൂടെ നിരന്തരമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങൾ ദേവാലയം, തിരുനാളുകൾ, വൈദികർ, പൗരോഹിത്യം, ക്രിസ്തീയ വിവാഹം, വിശുദ്ധ കുർബാന, വചന സന്ദേശം, കുംഭസാരം, ക്രൈസ്തവ കുടുംബജീവിതം, കുടുംബ പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ക്രൈസ്തവ കലാരൂപങ്ങൾ എന്നിവയൊക്കെയാണ്. ചലച്ചിത്രങ്ങളിലേക്ക് ഈ പ്രമേയങ്ങൾ കുടിയേറുന്നത് ആഴമായ പഠനത്തിൻ്റെയോ നിർമ്മാതാക്കളുടെ അനുഭവങ്ങളുടെയോ വെളിച്ചത്തിലൊന്നുമല്ല, മറിച്ച് ഉപരിപ്ലവമായ വായനയുടെയും സാമൂഹിക ജീവിതത്തിലെ ക്രൈസ്തവ ആവിഷ്കാരത്തിൻ്റെ ലാഘവ ബുദ്ധിയോടെയുള്ള വിശകലനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ്. ക്രൈസ്തവ ജീവിത പരിസരങ്ങളോട് അല്പമാത്രമായ വിയോജിപ്പുകളും വിമർശനങ്ങളുമുള്ളവരും ഇത്തരം അവസരങ്ങളെ മുതലെടുക്കുന്നു എന്നതും തള്ളിക്കളയാനാവില്ല. എപ്രകാരമാണ് എങ്കിലും നീട്ടിയും കുറുക്കിയും വികലമാക്കിയും ആഘോഷമാക്കിയും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ പലവിധമായ സ്വാധീനങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുവെന്നത് നിസ്സംശയം പറയാൻ കഴിയും. രണ്ട് പ്രധാന വിഷയങ്ങളുണ്ട്. ഒന്ന്, പൊതുസമൂഹത്തിൽ രൂപപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച അബദ്ധധാരണകളാണ്. ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ആധികാരികമല്ലാത്ത വിധത്തിലും ആക്ഷേപം ജനിപ്പിക്കുന്ന വിധത്തിലും വിമർശനാത്മകമായും അവതരിപ്പിക്കപ്പെടുന്ന മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പൊതുജനത്തിന് മുന്നിൽ ഒരു സമുദായത്തെയും അവരുടെ മതവിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും കുറിച്ച് തെറ്റായ ധാരണകൾ രൂപപ്പെടുന്നതിന് കാരണമായി തീരും. ക്രിസ്തീയ ജീവിതത്തെ അടുത്തറിയാനോ പഠിക്കാനോ താല്പര്യം കാണിക്കാത്തവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും മാത്രം അതിനെക്കുറിച്ച് കേൾക്കുന്നവരും വലിയൊരളവിൽ അവയെക്കുറിച്ച് മോശമായി ധരിക്കാനുള്ള സാധ്യതകൾ ഇന്ന് വളരെയേറെ കൂടുതലാണ്. രണ്ടാമതൊരു പ്രശ്നം, വിശ്വാസി സമൂഹം തന്നെ വഴിതെറ്റിക്കപ്പെടുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നു എന്നതാണ്. ചലച്ചിത്രങ്ങളിലെ ഹാസ്യവും വിമർശനവും ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ പ്രമേയങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെ തന്നെ വിശ്വാസ വിഷയങ്ങളിലും സ്വസമുദായത്തെക്കുറിച്ചുള്ള ചിന്തയിലും നിന്ന് മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ലാഘവ ബുദ്ധിയോടെ വിശ്വാസ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഭാവികമായി അവയോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരാറുണ്ട്. ചലച്ചിത്രങ്ങളുടെ നായക കഥാപാത്രങ്ങളോ പ്രധാന കഥാപാത്രങ്ങളോ പറയുന്ന ഇത്തരം ഡയലോഗുകൾ അവയുടെ ആഖ്യാന ഭംഗി കൊണ്ട് മാത്രം ദശാബ്ദങ്ങളെ അതിജീവിക്കുന്നതിന് കേരള സമൂഹം സാക്ഷിയാണ്. പള്ളിക്കുടത്തിൽ പോകാത്ത ഈപ്പച്ചനൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. മലയാള ചലച്ചിത്രങ്ങൾ അവയുടെ ഗുണനിലവാരം കൊണ്ടും സമൂഹത്തിന് നൽകിയിരുന്ന ധാർമ്മിക മൂല്യങ്ങളുള്ള സന്ദേശം കൊണ്ടുമെല്ലാം ജനശ്രദ്ധ ആകർഷിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്നും അത്തരം നിലവാരം പുലർത്തുന്ന ധാരാളം ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ചലച്ചിത്രങ്ങളുടെയും നിലവാരം വളരെയേറെ പിന്നിലാണ് എന്ന സങ്കടകരമായ വസ്തുത മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു വിശകലനത്തിന് വിധേയമാകുന്നിടത്താണ് മലയാള ചലച്ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രൈസ്തവ പ്രമേയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രസക്തമാകുന്നത്. ഏതൊരു സാമൂഹ്യ വിഷയവും കൈകാര്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ആഴത്തിലുള്ള പഠനമോ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ആലോചനയോ കൂടാതെ അത്തരം വിഷയങ്ങളും അവതരിപ്പിക്കപ്പെടുകയാണ്. പല ചലച്ചിത്രങ്ങളും ക്രൈസ്തവ ലോകത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിനും അതിൻ്റെ ആത്മീയതയ്ക്കും നിരക്കാത്തതായി പരിണമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതേസമയം ഗൗരവ ബുദ്ധിയോടും നവീകരണ ഉദ്ദേശത്തോടും കൂടി അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ പ്രമേയങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ചലച്ചിത്രങ്ങളിൽ ആസ്വദിക്കുകയും വിശ്വാസി സമൂഹം സ്വീകരിക്കുകയും ചെയ്യാറുമുണ്ട്. വിമർശനാത്മകമായ ബുദ്ധിയോടെ ചലച്ചിത്രങ്ങളെ അപഗ്രഥിക്കുകയും വിശ്വാസ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവയെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീരുകയാണ്.
സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.